ഹായ്. ഉം. ആദ്യത്തെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഇടയ്ക്ക് ഒരു എന്താ പറയുക ഒരു എക്സെപ്ഷൻ വന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളിപ്പോൾ ഒരു വേർഡ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു വേർഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ സേവ് ചെയ്യുന്നത് സെക്കൻഡറി മെമ്മറിയിലായിരിക്കും, അല്ലേ? പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് പെർമനൻ്റ് സ്റ്റോറേജാണ് ഈ സെക്കൻഡറി മെമ്മറി. നിങ്ങൾക്ക് എത്ര കാലം സെക്കൻഡറി മെമ്മറി നശിക്കണ വരെ എന്തുണ്ടായിരിക്കും, ആ വേർഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത സാധനം സെക്കൻഡറി മെമ്മറിയിലുണ്ടായിരിക്കും. പെർമനൻ്റ് സ്റ്റോറേജാണ്, ഒരു പ്രശ്നവും പറ്റില്ല. വേറെ സെക്കൻഡറി മെമ്മറിക്ക് എന്തെങ്കിലും കേട് വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ യാതൊരു ഇതുമില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഇനി എപ്പോഴാണോ നിങ്ങൾക്ക് ആവശ്യം വരുന്നത്, എപ്പോഴാണോ ആ വേർഡ് ഫയലിനെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യം വരുന്നത്, അപ്പോൾ നമ്മൾ സാധാരണ വേർഡ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്, ഈ സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് നേരെ അത് എവിടേക്ക് വരും, പ്രൈമറി മെമ്മറിയിലോട്ടങ്ങ് വരും, അല്ലേ? പ്രൈമറി മെമ്മറി സ്മോൾ ഇൻ സൈസാണ്. അതിൽ എല്ലാ എല്ലാ ആപ്ലിക്കേഷൻസിനൊന്നും അതിൽ കൊള്ളില്ല. അതൊക്കെ കുറേ കാര്യങ്ങളുണ്ട്, എന്നാലും നിങ്ങൾക്ക് എൻ്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ നേരെ പ്രൈമറി മെമ്മറി എന്താണ്, സ്മോൾ ഇൻ സൈസാണ്, കമ്പാരിറ്റീവ്ലി സ്മോളാണ്, വെരി ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ എക്സിക്യൂഷൻ യൂണിറ്റുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. നമ്മൾ സെക്കൻഡറി മെമ്മറി പറ്റില്ല. അതെന്താ കാരണം, സെക്കൻഡറി മെമ്മറി ബിഗ് സൈസായ കാരണം അതിൽ നിന്ന് സെർച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഓരോ ഇൻസ്ട്രക്ഷൻ എടുത്ത് അങ്ങനെ വേണ്ടേ, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ എക്സിക്യൂഷൻ യൂണിറ്റ് വളരെ ഫാസ്റ്റായത് കാരണം എപ്പോഴും നമ്മുടെ പ്രൈമറി മെമ്മറി ആയിട്ടാണ് നമ്മുടെ എക്സിക്യൂഷൻ യൂണിറ്റിന് കോണ്ടാക്റ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഈ നമ്മളെ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ വേർഡ് ഫയലിൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഗ്രാംസൊക്കെ റാമിലോട്ട് അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡാവും, അല്ലേ? ലോഡാവും. എന്നിട്ട് ഓരോ ഇൻസ്ട്രക്ഷനും പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നമ്മുടെ എക്സിക്യൂഷൻ യൂണിറ്റ് അത് അങ്ങോട്ട് പ്രോസസ്സ് ചെയ്യും. ഏത് ഇൻസ്ട്രക്ഷൻ എന്താണോ പറയുന്നത് ആ കാര്യമൊക്കെ ചെയ്യുന്ന പണി ആരതാണ്, നമ്മുടെ എക്സിക്യൂഷൻ യൂണിറ്റ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കുറച്ച് അവെയറായിട്ടിരിക്കേണ്ടത്. നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ, ഇപ്പോൾ സാധാരണ നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുകയാണ്, മൈ ഫസ്റ്റ് പ്രോഗ്രാം .c എന്നിട്ടൊരു പ്രോഗ്രാം ചെയ്യണം. അങ്ങനെ ആ പ്രോഗ്രാം ചെയ്ത് നിങ്ങൾ സേവ് ചെയ്യുന്ന സമയത്ത് അത് എവിടെ സേവ് ആവുന്നത്, സെക്കൻഡറി മെമ്മറിയിലാണത് സേവ് ആവുന്നത്. ഓക്കെ. എപ്പോഴാണോ നിങ്ങൾക്കത് ആവശ്യം വരുന്നത്, ആവശ്യം വരുന്ന സമയത്ത് ഇത് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ എവിടേക്ക് ലോഡാവും, പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡാവും. എന്നിട്ട് ഈ പ്രൈമറി മെമ്മറിയിൽ നിന്നാണ് നമ്മളെ എക്സിക്യൂഷൻ യൂണിറ്റ് അതിങ്ങനെ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ആയിട്ടെടുത്ത് നമ്മുടെ എക്സിക്യൂഷൻ യൂണിറ്റ് അതങ്ങ് പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് എന്താണോ നിങ്ങളതിൽ പറഞ്ഞിരിക്കുന്നത്, എന്ത് ഇൻസ്ട്രക്ഷനാണോ കൊടുത്തിരിക്കുന്നത് ആ ഇൻസ്ട്രക്ഷനൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ CPU അല്ലെങ്കിൽ എക്സിക്യൂഷൻ യൂണിറ്റ് അത് ചെയ്യും. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ആണ് ബേസിക് ആയിട്ടുള്ളത്. ഇനി നമുക്കൊരു എന്താ പറയുക ഒരു പ്രോഗ്രാം നോക്കാം. നിങ്ങളുടെ പ്രോഗ്രാമിംഗ് സീനിൻ്റെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പം നമ്മളിവിടെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്, മൈ ഫസ്റ്റ് പ്രോഗ്രാം. ചെറിയ കാര്യമാണ്, നമ്മളൊരു ഹലോ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യിപ്പിക്കുകയാണ്. പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫസ്റ്റ് കാര്യമാണ്, എന്തൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യണം, #include conio.h. എന്താ അത്, conio.h? ഇതിനെപ്പറ്റി വല്ല ഐഡിയ ഉണ്ടോ? വളരെ ചെറിയൊരു കാര്യമാണ് ഇതൊക്കെ കേട്ടോ. അതായത് ഈ സി പ്രോഗ്രാം കണ്ടുപിടിച്ചവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആദ്യമേ ചെയ്തു വെച്ചിട്ടുണ്ട്. കുറച്ച് കോഡുകൾ ആദ്യമേ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് എപ്പോഴും എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ് പ്രിൻ്റ് ചെയ്യാനും സ്ക്രീനൊക്കെ ക്ലിയർ ചെയ്യാനും
അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ ഏതൊരാൾക്ക് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടാവും അല്ലേ. ബെഡ് ഉണ്ടാവും, പിന്നെ ടി വി ഉണ്ടാവും, അതുപോലെ കറണ്ട് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. ഇതൊക്കെ ഏതൊരാൾക്കും ആവശ്യമാണ്. അതവർ പ്രീ ഡിഫൈൻഡ് ആയിട്ട് അത് അവർ ചെയ്ത് വെക്കും. അത് എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് അവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുക. എല്ലാവർക്കും ആവശ്യമായിട്ട് വരുന്ന ജനറലായിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടുത്തെയും കാര്യം. ഇവിടെ ഈ പ്രോഗ്രാമിൽ നമുക്ക് കുറച്ച് എല്ലാവർക്കും കോമൺ ആയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ സി പ്രോഗ്രാം കണ്ടുപിടിച്ചവർ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ചെയ്തു വെച്ചിരിക്കുന്നത് അവർ കുറേ ഫയൽസാണ്. ആ ഫയൽസിന് പറയുന്ന പേരാണ് ഹെഡർ ഫയൽസ്. അപ്പോൾ നമുക്ക് ആ ഫയൽസിലെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഹെഡർ ഫയൽസിനൊക്കെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ കോണിയോ എന്ന് പറയുന്ന കോണിയോ .h എന്ന് പറയുന്ന ഹെഡർ ഫയലിലെ കുറച്ച് ഫങ്ഷൻസൊക്കെ എനിക്ക് എൻ്റെ പ്രോഗ്രാമിലേക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദയവ് ചെയ്ത് ആ ഫയൽസിനെ എൻ്റെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കിത് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറയേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മനസ്സിലായില്ല, ഏത് പോർഷനാണ് ഈ ഭാഗം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഒരു മെയിൻ ഫങ്ഷൻ. എന്തിനാണ് ഈ മെയിൻ ഫങ്ഷൻ? നിങ്ങൾക്കറിയാം, കമ്പൈലറും ഉണ്ട്, റണ്ണും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രോഗ്രാമൊക്കെ കമ്പൈൽ ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. എന്താണ് കമ്പൈലിങ്, എന്താണ് റണ്ണിങ് എന്നൊക്കെ കമ്പൈലിങ്ങിനെ പറ്റിയിട്ട് നമ്മൾക്ക് അധികം ഇല്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ആലോചിക്കുക, റണ്ണ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പ്രോഗ്രാമിൽ എവിടുന്നാണ് തുടങ്ങേണ്ടത്? കമ്പ്യൂട്ടറിന് അറിയോ അത്? ഇതിപ്പോൾ എവിടുന്നാണ് അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങേണ്ടത്? എവിടുന്നാണ് അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്? നമ്മൾ ഈ സി പ്രോഗ്രാമിൽ നമുക്കും കുറേ ഫങ്ഷൻസ് എഴുതാം അല്ലേ. എത്രയോ ഫങ്ഷൻസ് നമുക്ക് സ്വന്തമായിട്ട് എഴുതാം. അപ്പോൾ ഇതിലിപ്പോൾ ഏത് ഫങ്ഷനിലാണ് തുടങ്ങേണ്ടത്? എവിടെ ഇപ്പം ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്? അതെങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുക? അതിന് ചെയ്ത ഒരു ട്രിക്കാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ. ഈ മെയിൻ ഫങ്ഷനാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഈ മെയിൻ ഫങ്ഷനെയാണ് നമ്മുടെ കമ്പൈലർ അല്ലെങ്കിൽ റൺ ചെയ്യുന്നത് എക്സിക്യൂഷൻ യൂണിറ്റ് ആദ്യം നോക്കുക. ആരാണോ അതിൻ്റെ ഏത് ഭാഗമാണോ, കമ്പ്യൂട്ടറിൻ്റെ ഏത് ഭാഗമാണോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് നോക്കുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മെയിൻ ഫങ്ഷനാണ് സാധാരണ കമ്പൈലർ തന്നെയാണ് പറയുക കേട്ടോ. കമ്പൈലർ എന്താണ് നോക്കുക? എൻട്രി പോയിൻ്റ് ഏതാണോ അതാണ് മെയിൻ ഫങ്ഷനാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ മെയിൻ ഇട്ടിട്ട് തന്നെ തുടങ്ങും. അപ്പോൾ മെയിൻ കണ്ടാലാണ് അറിയുക, മെയിനാണ് നോക്കുക. മെയിൻ ഫങ്ഷൻ ഇതാണ് ഈ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങും. ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഇനി നമുക്ക് എന്താ വേണ്ടത്? ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യണം. പ്രിൻ്റ് ഹായ് ഹലോ നമ്മൾ പ്രിൻ്റ് ചെയ്യണം. അതിൻ്റെ മുന്നേ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്ക്രീനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം CLR SCR അല്ലേ. ഇതൊക്കെ എവിടെ ഉള്ള? ഇതൊക്കെ നമ്മുടെ ജനറൽ ഫങ്ഷൻസാണ്. ഈ സാധനമൊക്കെ ആദ്യമേ ഇതൊക്കെ നമുക്ക് കണ്ട ഈ ഫങ്ഷന് പ്രിൻ്റ് CLR SCR ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഓരോ ആൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രിൻ്റ് ഒക്കെ എവിടെ നിന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കോണിയോ എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് യൂസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഫങ്ഷനൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോണിയോ എന്ന് പറയുന്ന ഹെഡർ ഫയലൊക്കെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം? ഗെറ്റ് CH എന്തിനു വേണ്ടിയിട്ടാണ്?
അതായത് നമ്മുടെ ഈ സ്ക്രീനില്ലേ, സ്ക്രീന് കുറച്ച് നേരം നമ്മളിങ്ങനെ വിസിബിളാക്കാൻ വേണ്ടി, വിസിബിളായിട്ട് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് GetCH യൂസ് ചെയ്യുന്നത്. ഓക്കെ, GetCH അതായത് നമ്മളിപ്പോൾ ഒരു ഇൻപുട്ടിന് വേണ്ടി അത് വെയിറ്റ് ചെയ്യണം. നമ്മുടെ സ്ക്രീനെ നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കണം കുറച്ച് നേരത്തേക്ക് ഒരു ഇൻപുട്ടിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് GetCH. ദെൻ റിട്ടേൺ 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇതൊക്കെ എന്തിനാണെന്നുള്ളത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ റിട്ടേൺ ഒക്കെ എന്തിനാണെന്നുള്ളത്. അപ്പോൾ എത്രയാണ്, നമുക്കിനി ഇതൊന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, എറേഴ്സ് ഒന്നുമില്ല, വാർണിങ്സും ഇല്ല. സോ റൺ ചെയ്യാം. ഹായ്, ഹലോ. അപ്പം ഇത്രയാണ് കാര്യങ്ങൾ. ഇനി ഞാനിവിടെ വേറൊരു പരിപാടി ചെയ്യാം. എനിക്ക് 10 വരെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം 1 പ്രിൻ്റ് ചെയ്യുന്നു, ഒരു കോമയ്ക്ക് കൊടുക്കുന്നു. ഇനി അടുത്തത് നമ്മൾ 2 കൊടുക്കുന്നു. മൂന്ന് കൊടുക്കുന്നു. ഇങ്ങനെ പോകണല്ലേ. നമ്മളിങ്ങനെ ഒരു 10 വരെയൊക്കെ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് ഓഫ് കമാൻഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്തിരിക്കണം. ഇതിനൊരു എളുപ്പ വഴി ഉണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ഈ 10 വരെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. 1000 വരെയൊക്കെ ആണെങ്കിലോ എന്താ ചെയ്യുക? അതിന് വല്ല വഴിയുണ്ടോ? അതാണ് ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റായിട്ട് തന്നത്. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലെടുത്തത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്ലാസ്സിലൊക്കെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കണം. നിങ്ങളൊക്കെ നല്ല എന്താണ് പറയുക, കോഡിങ്ങിൽ സിയിലൊക്കെ നല്ല പുലികളാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബൈ.